ഹായ് വെൽക്കം ബാക്ക് ടു ലേണിനോ. IU എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഫിസിക്സിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് PYQs ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്കറിയാം ആ എക്സാമിന്റെ സിലബസ് തന്നെയാണ് എക്സാക്ട്ലി, അല്ലെങ്കിലും നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സിന്റെ സിലബസ് ഒക്കെ സെയിം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള IU എക്സാമിന് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ അറിഞ്ഞിരിക്കുക, അതേപോലെ ആ ചോദ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻസിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. The ratio between Einstein's coefficient for spontaneous and stimulated emission. Einstein's coefficient for spontaneous and stimulated emission, അതിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് പഠിച്ചിട്ട് പോകാവുന്നതേ ഉള്ളൂ. 8πh⁴/c³ എന്നാണ് വരുന്നത്. അതിൽ നമുക്കറിയാം h എന്ന് പറയുന്നത് അതിലെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അതേപോലെ തന്നെ v u എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ് വരുന്നത്, ഫ്രീക്വൻസി ഓഫ് ട്രാൻസിഷൻ ആണ് വരുന്നത്. ദെൻ c എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് വരുന്നത്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. Next one, what is the expression for acceptance angle of an optical fiber whose cladding and core have refractive indices mu1 and mu2 respectively? Question idana, what is the expression for acceptance angle of an optical fiber? Acceptance angle nella expression എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ കോർ അതേപോലെ തന്നെ ക്ലാഡിങ്ങിന്റെയും കോറിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡിസസ് mu1 and mu2 ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ സ്ക്വയർ റൂട്ട് ഓഫ് mu1 സ്ക്വയർ മൈനസ് mu2 സ്ക്വയർ, square root of mu2 square minus mu1 square, sine inverse square root of mu1 square minus mu2 square, then sine inverse square root of mu2 square minus mu1 square എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അതിൽ mu1 മൈനസ് mu2 ആണോ mu2 മൈനസ് mu1 ആണോ എന്നുള്ളത് എന്തായാലും ഡൗട്ട് വരും. കാരണം ക്ലാഡിങ്ങിന്റെ ആണോ കോറിന്റെ ആണോ ആദ്യം എടുക്കേണ്ടതെന്നുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് കോറിന്റെ ഇൻഡിസസ് mu2 മൈനസ് mu1 ആണ് വരിക. അത് mu2 സ്ക്വയർ മൈനസ് mu1 സ്ക്വയർ ആണ്. ഇനി നമുക്ക് ഡൗട്ട് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് mu2 സ്ക്വയർ മൈനസ് mu1 സ്ക്വയർ ആണോ, അത് സൈൻ ഇൻവേഴ്സ് സ്ക്വയർ റൂട്ട് ഓഫ് mu2 സ്ക്വയർ മൈനസ് mu1 സ്ക്വയർ ആണോ എന്നുള്ളതിൽ ഡൗട്ട് വരും. അപ്പൊ അവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഓക്കെ, അപ്പോ ആക്സെപ്റ്റൻസ് ആംഗിളിന്റെ എക്സ്പ്രഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനെ ഏതുമായിട്ട് റിലേറ്റ് ചെയ്യാം? നമുക്ക് ന്യൂമറിക്കൽ അപ്പാർച്ചർ NA എന്ന് പറയുന്നതാണ് ആക്ച്വലി സ്ക്വയർ റൂട്ട് ഓഫ് mu2 സ്ക്വയർ മൈനസ് mu1 സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു റിലേഷൻ ഉണ്ട്, അതായത് ഈ ആക്സെപ്റ്റൻസ് ആംഗിളും ന്യൂമറിക്കൽ അപ്പാർച്ചറും തമ്മിലുള്ള റിലേഷൻ ആണ് സൈൻ തീറ്റ ഈക്വൽ ടു ന്യൂമറിക്കൽ അപ്പാർച്ചർ. ഓക്കെ, അപ്പോ ന്യൂമറിക്കൽ അപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്. പക്ഷേ സൈൻ തീറ്റ എന്ന് പറയുന്നതല്ല ആക്സെപ്റ്റൻസ് ആംഗിൾ, തീറ്റ എന്ന് പറയുന്നതാണ് ആക്സെപ്റ്റൻസ് ആംഗിൾ. സോ തീറ്റയുടെ എക്സ്പ്രഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ തീറ്റ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് ന്യൂമറിക്കൽ അപ്പാർച്ചർ ആണ് വരിക. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് ഓഫ് mu2 സ്ക്വയർ mu1 സ്ക്വയർ വിൽ ബി ദ കറക്റ്റ് ആൻസർ. നമുക്ക് അറിയാമെങ്കിലും തെറ്റിക്കാൻ സാധ്യതയുള്ള രീതിയിലാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം ആൻസർ എഴുതുക. ഞാൻ പറഞ്ഞത് ഇത് ഈ ഓപ്ഷൻ ഡിയും ഓപ്ഷൻ സിയും തമ്മിൽ നമുക്ക് മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് എഴുതുക. നെക്സ്റ്റ്, the sensing medium in an intrinsic optical fiber sensor. ഒരു ഇൻട്രൻസിക് ഒപ്റ്റിക്കൽ ഫൈബർ സെൻസറിലെ സെൻസിങ് മീഡിയം എന്തായിരിക്കും എന്നുള്ളതാണ്. ഓപ്ഷൻസ് ഫൈബർ, LDR, ഫോട്ടോഡയോഡ് ആൻഡ് ലേസർ ലൈറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് അതിന്റെ സെൻസിങ് മീഡിയം എന്ന് പറയുന്നത് ഫൈബർ തന്നെയാണ് വരുന്നത്, ഒപ്റ്റിക്കൽ ഫൈബറിൽ. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് മെറ്റീരിയൽ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബ്ലൂ LED? ബ്ലൂ LEDയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻസ് സിലിക്കൺ, ഗാലിയം ആർസനൈഡ്, ഗാലിയം നൈട്രൈഡ്, സിലിക്കൺ കാർബൈഡ്. സോ ബ്ലൂ LEDസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗാലിയം നൈട്രൈഡ് ആണ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ ഫെർമി ലെവൽ ഇൻ ആൻ N-type സെമികണ്ടക്ടർ. N-type സെമികണ്ടക്ടറിലെ ഫെർമി ലെവൽ എവിടെ വരും എന്നുള്ളതാണ്. അപ്പൊ സോ ഫെർമി ലെവൽ N-typeലും അതേപോലെ തന്നെ P-typeലെയും ഇൻട്രൻസിക് സെമികണ്ടക്ടറിലെയും ഫെർമി ലെവലിന്റെ പൊസിഷൻ പഠിച്ചു വെക്കണം, അതായത് എനർജി ലെവലിനെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പൊ നമുക്കറിയാം N-type സെമികണ്ടക്ടറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത്? ഇലക്ട്രോൺസ് ആയിരിക്കും. ഈ ഇലക്ട്രോൺസ് എവിടുന്ന് ആര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഡോണർ ഇംപ്യൂരിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഡോണർ ഇംപ്യൂരിറ്റിയുടെ
ഡോണർ ഇമ്പ്യൂരിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ എവിടെയായിട്ട് വരും വെച്ചാൽ കണ്ടക്ഷൻ ബാൻഡിനോട് അടുത്തായിരിക്കും വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഫെർമി ലെവൽ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിനോട് അടുത്തായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇപ്പൊ ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ട് ഇൻട്രൻസിക് സെമി കണ്ടക്ടറിലാണെങ്കിൽ ഈ മുകളിലുള്ളത് കണ്ടക്ഷൻ ബാൻഡും താഴെയുള്ളത് വാലൻസ് ബാൻഡും ആണ്. ഇത് എനർജി ലെവൽസ് ആണ്. അപ്പൊ അതിൽ ഇൻട്രൻസിക് സെമി കണ്ടക്ടറിലാണെങ്കിൽ മിഡിലായിട്ടും അതേപോലെ തന്നെ പി ടൈപ്പിലും എൻ ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ അത് കണ്ടക്ഷൻ ബാൻഡിനോട് അടുത്തും അതേപോലെ പി ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ അത് വാലൻസ് ബാൻഡിനോട് അടുത്തുമായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. So here the correct answer is closer. Options idana closer to valence band, closer to conduction band, at the center of the band gap, outside the conduction band. So closer to conduction band ennalladana correct answer aayittu varia. Next, in BCS theory, Cooper pairs are composed of which of the following particles? 2 electrons with opposite spins and momentum, 2 electrons with the same spin and opposite momentum, 2 electrons with the opposite spin and same momentum, and 2 electrons with the same spin and momentum. അപ്പോ BCS ബാർഡിൻ കൂപ്പർ ഷ്രീഫർ തിയറിയിൽ നമുക്ക് വരുന്നത് കൂപ്പർ പെയേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 2 ഇലക്ട്രോൺസ് വിത്ത് സെയിം സ്പിൻ ആൻഡ് ഓപ്പോസിറ്റ് മൊമെന്റം ആണ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ ലെങ്തൻ പെനിട്രേഷൻ ഡെപ്ത് ഓഫ് എ സൂപ്പർ കണ്ടക്ടർ. അഗെയിൻ ഒരു എക്സ്പ്രഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് വരുന്നത്? m/nu0 e square whole raised to 1/2 അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. അതിലെ m stands for mass of the Cooper pair അല്ലെങ്കിൽ യൂഷ്വലി എഫക്റ്റീവ് മാസ് ഓഫ് ദ ഇലക്ട്രോൺ പെയർ ആയിട്ട് നമുക്ക് പറയാം. mu0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഡെൻസിറ്റി ഓഫ് കൂപ്പർ പെയർ ആണ്. e എന്ന് പറയുന്നത് എലമെന്ററി ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ ആണ്. സോ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബിയിൽ തന്നിട്ടുള്ള എക്സ്പ്രഷൻ ആണ് കറക്റ്റ്. അഗെയിൻ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൺഫ്യൂസിങ് ആവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ആ എക്സ്പ്രഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി തന്നെ അത് പഠിച്ചു വെക്കാം. സോ ഓപ്ഷൻ ബി ഇസ് എ കറക്റ്റ് ആൻസർ. Next one, in which of the following applications are infrasonic waves most commonly used? Infrasonic waves use ചെയ്യുന്നത് ഏതിലാണ്? ഒരു application type question ആണ്. Sonar detection, ultrasonic cleaning, earthquake monitoring and medical imaging. Infrasonic waves എന്ന് പറയുന്നത് less than 20 hertz വരുന്ന ഫ്രീക്വൻസിയിൽ വരുന്നതാണ്. അത് നമ്മൾ earthquake monitoring ഡിറ്റക്ഷനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി is the correct answer. Next, what does an acoustic absorption coefficient alpha value of 1 indicate? അതായത് acoustic absorption coefficient value അതെന്ന് പറയുന്നത് actually it is a measure of how much sound energy is absorbed by a material when sound waves encounter ചെയ്യുമ്പോൾ എത്രമാത്രം സൗണ്ട് എനർജിയാണ് അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ മെഷർ ആണ് acoustic absorption coefficient ആൽഫ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ 1 എന്ന് പറയുമ്പോൾ എന്താണ്? മെറ്റീരിയൽ റിഫ്ലക്ട് ഓൾ സൗണ്ട്, മെറ്റീരിയൽ അബ്സോർബ് ഓൾ സൗണ്ട് എനർജി, മെറ്റീരിയൽ ട്രാൻസ്മിറ്റ്സ് ഓൾ സൗണ്ട്, മെറ്റീരിയൽ റിഫ്ലക്ട്സ് ആൻഡ് അബ്സോർബ് സൗണ്ട് ഈക്വലി. അപ്പോ നമുക്കറിയാം ഇത് മെഷർ ഓഫ് ഹൗ മച്ച് സോളാർ എനർജി ഈസ് അബ്സോർബ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ 1 വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽ അബ്സോർബ് ഓൾ സോളാർ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് എനർജി അത് അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ് മീനിങ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. Next one, a change in the intensity level of 1 dB alters intensity of sound. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇന്റൻസിറ്റി ലെവൽ 1 dB ഓൾട്ടർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് സൗണ്ടിൽ എത്ര ചേഞ്ച് വരുന്നു അല്ലെങ്കിൽ എത്ര ഓൾട്ടർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 26%. അപ്പൊ അത് പഠിച്ചു വെക്കുക. അപ്രോക്സിമേറ്റ്ലി 26%. Next, a property of sound closely related to its pitch is frequency, intensity, loudness and amplitude. അപ്പൊ പിച്ച് എന്ന് പറയുന്നത് ആക്ച്വലി സൗണ്ടിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. നമുക്ക് അതായത് ഇപ്പൊ ഹയർ ടോൺ അല്ലെങ്കിൽ ലോവർ ടോൺ തമ്മിൽ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ആൻഡ് ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഫ്രീക്വൻസി. കാരണം ഒരിക്കലും ഇന്റൻസിറ്റി ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇന്റൻസിറ്റി, ആംപ്ലിറ്റ്യൂഡ്, ലൗഡ്നെസ് അതൊന്നുമല്ല. അതിന്റെ ഫ്രീക്വൻസിയെ റിലേറ്റ് ചെയ്തിട്ടാണ് പിച്ച് എപ്പോഴും നമ്മൾ പറയുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. And the last question, what is the primary purpose of using a coupling gel in medical ultrasound imaging? Medical ultrasound imaging le coupling gel എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ അതിന്റെ primary purpose എന്താണ്? To protect the patient's skin, to reduce tissue heating, to eliminate air between the transducer and the skin, to enhance image contrast. So it is used to eliminate the air between transducer and skin നും ഇടയിലുള്ള ആ ഒരു എയർ എലിമിനേറ്റ് ചെയ്തിട്ട് എഫക്റ്റീവ് അക്വസ്റ്റിക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കപ്ലിംഗ് ജെൽ യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ.
സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ആപ്ലിക്കേഷൻ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എക്സ്പ്രഷൻസ് പഠിക്കണം. അപ്പൊ അതൊക്കെ നമുക്ക് കാണാതെ പഠിച്ചു പോവാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. താങ്ക് യു.